ഒത്തിരി വെല്ലുവിളികൾ എന്ന് പറയുമ്പോഴും ഒരു ജെൻഡർ നമുക്ക് വെച്ച് നീട്ടുന്ന വെല്ലുവിളികൾ കൂടുതലുണ്ടായിരുന്നു. അത് ഈ ബീന മാം പറഞ്ഞതിൻ്റെ തുടർച്ച പോലെയാണ്. ഇപ്പം നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് പോകുന്നത്, അവിടെ എല്ലാവരുടെയും ഒരുപാട് ഒരു ജെൻഡർ ഈക്വാലിറ്റി ഉണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് മനുഷ്യർ നമ്മളെന്താണ്, നമ്മളൊരു അത്ഭുതമാണ്. ഇപ്പോഴല്ല, ഞാൻ വർക്ക് ചെയ്ത് തുടങ്ങിയ സമയത്ത്. അപ്പം ഇവരെല്ലാവരും അപ്പം എനിക്കാണെങ്കിൽ അത് മറികടക്കാനായിട്ട് നമ്മളെങ്ങനെ മറികടക്കും നമ്മൾ ആലോചിക്കുമല്ലോ. അപ്പം എനിക്ക് അന്നത്തെയൊക്കെ ഏറ്റവും ഇതെന്ന് പറഞ്ഞാൽ എങ്ങനെ നമ്മൾ ഇവരെ 24 മണിക്കൂറും എല്ലാ ആൾക്കാരും ഓവറായിട്ട് നമ്മളെ കെയർ ചെയ്യുന്നു. കാരണം അങ്ങനത്തെ ഒരു സ്പേസിൽ ഒന്നിനും ഒരു സ്വാഭാവികതയില്ല. എന്നുവെച്ചാ എല്ലാം വളരെ നല്ലതാണ്, പക്ഷെ അതിന് സ്വാഭാവികത ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് അറിയുന്നില്ല. അതായത് ഒരു 6-7 പേര് നിൽക്കുകയാണ്. അപ്പം ഇത് ഈ പറയുന്ന പോലെ 24/7 ആയതുകൊണ്ട് ആൾക്കാർക്ക് അഭിനയിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നുവെച്ചാൽ കുറച്ച് നേരമൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ കേർട്ടിയസ് ആയിട്ട് അഭിനയിക്കാം, ഇങ്ങനെ അഭിനയിക്കാം. പക്ഷെ ഇത് ഒരാൾ കൂടെ തന്നെയല്ല എപ്പോഴും. കാരണം എനിക്കാണെങ്കിലും ഈ ഡ്രസ് കണ്ടിന്യൂറ്റി ആൻഡ് ആക്ഷൻ കണ്ടിന്യൂറ്റി. അപ്പോൾ 24 മണിക്കൂറും കണ്ണും തുറന്ന് നോക്കണമല്ലോ. നമ്മൾ ഫുൾ ടൈം അവർ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു, നമ്മളിവർ ഒബ്സർവ് ചെയ്യുന്നു, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ മെയിനായിട്ട് അവരും അൺകംഫർട്ടബിൾ ആണ്. കാരണം പെട്ടെന്നൊരു ജോക്ക് പറയുമ്പോൾ പലപ്പോഴും ഒരു സ്ത്രീ ഉള്ളത് കൊണ്ട് പല ജോക്കുകളും പറയാതെ ആവുന്നു, അല്ലെങ്കിൽ അവർ സ്വകാര്യമായൊക്കെ പറയുന്നു. ഇത് എൻ്റെ ചെവിയിലെത്തുമ്പം ഞാൻ ചിലപ്പോൾ കേൾക്കുന്നു, അപ്പോൾ എനിക്ക് ചിരിക്കണമെന്ന് അറിയില്ല. ചിരിച്ചു കഴിഞ്ഞാൽ ഞാൻ കേട്ടു എന്നാവും, ചിരിച്ചില്ലെങ്കിൽ നമ്മൾ. അപ്പോൾ മെയിനായിട്ട് ഈ ഒരു ഇങ്ങനത്തെ ഒരു സ്വാഭാവികമായ രീതിയിൽ അവർക്ക് എന്നെ അംഗീകരിക്കാനും എനിക്ക് അവരുമായിട്ടൊക്കെ കംഫർട്ടബിൾ ആവാനും കുറച്ചേറെ സിനിമകൾ വേണ്ടി വന്നു. ഇപ്പം പോലും ഇതിൽ വർക്ക് ചെയ്യുമ്പം ഇതിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഒരു സൊസൈറ്റിയിൽ അവരെങ്ങനെയാണോ അത്രയും കംഫർട്ടബിളായിട്ട് ഇരിക്കുന്നത്, അങ്ങനത്തെ ഒരു കംഫർട്ടബിൾ അല്ലാതെ ഇതൊരു മെഷീൻ ലൈക്ക് ആയിട്ടുള്ള ഒരു ജോലി അല്ലെങ്കിൽ ഒരു ബിഹേവിയറിലേക്ക് നമ്മളെ തന്നെ പാകപ്പെടുത്തി കൊണ്ടുവരേണ്ടി വരാറുണ്ട്. അതിപ്പോഴും വളരെ ഒന്നും മാറിയതായിട്ട് കണ്ടിട്ടില്ല. അല്ല ഈ ഒരു ക്ലോസ്ഡ് ഗ്രൂപ്പ് ആവുമല്ലോ. പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിൽ കുറച്ച് പേരെ കാണുള്ളൂ, ഈ പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജ് ആകുമ്പോഴത്തേനും കുറച്ച് പേരെ ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പോഴൊക്കെ ഈ ക്ലോസ് നിറ്റ് ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പാണ്. അപ്പോൾ പോലും ഈ വർക്കിൻ്റെ സ്പേസ് കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റേ സ്പേസിൽ എന്ത് ചെയ്യും എന്ന് അവർക്കും അറിയില്ല, നമുക്കും അറിയില്ല. അപ്പം ഞാൻ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ നാളത്തെ ഒരുപാട് സിനിമയിലാകുമ്പോൾ ചെയ്താൽ തീരാത്ത ജോലി ഉണ്ടാവുമല്ലോ. അപ്പം ഈ നാളത്തെ ജോലിയിലേക്ക് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കിടന്നുറങ്ങുന്നു. ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഫ്രീ ആയിട്ട് ആരോട് പോയി പിന്നെ സിനിമയിൽ എല്ലാവർക്കും എപ്പോഴും ഉണ്ടാവുന്ന ഒരു ടെൻഷൻ, പറയാതെ പറയുന്ന ഒരു ടെൻഷൻ ഗോസിപ്പാണ്. അപ്പം ഏതെങ്കിലും ഒരു സ്ത്രീ വരുമ്പോഴാണല്ലോ ഗോസിപ്പ് വരിക. അപ്പോൾ നമ്മൾ കാരണം ഇനി ആർക്കെങ്കിലും ഗോസിപ്പ് ഉണ്ടാവണ്ടല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ ആ ഏരിയയിലോട്ട് എവിടെയും പോവാതെ ആയിപ്പോവും കുറേ കഴിയുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള കുറേ പറയാത്ത പ്രശ്നങ്ങൾ ഈ കംഫർട്ട് ലെവൽ എന്ന് പറഞ്ഞിട്ട് സ്ത്രീകൾക്ക് സിനിമയിൽ വർക്ക് ചെയ്യാനുള്ള ഒരു സാധനം ബീന മാം പറഞ്ഞപ്പം അതിങ്ങനെ കുറേ മാറി വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ അതൊരു ഭയങ്കര കംഫർട്ട് ലെവലായിട്ട് വന്ന് തുടങ്ങിയിട്ടില്ല.